സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് ആശങ്ക ഏറുന്നതിനിടെയാണ് മറ്റൊരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെട്ടിരിക്കുന്നത്. അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന് പുറമെ ബംഗാൾ ഉൾക്കടലിലാണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടത്. ഇതിന്റെ സ്വാധീന ഫലമായി വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. അറബിക്കടലിൽ മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും ഇടയിലാണ് ന്യൂനമർദ്ദം സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെയും കേരളത്തിലെത്തിയ കാലവർഷത്തിന്റെയും സ്വാധീന ഫലമായി സംസ്ഥാനത്ത് കനത്ത മഴയാണ് ലഭിക്കുന്നത്. വടക്കൻ കേരളത്തിലാണ് അതിതീവ്ര മഴ തുടരുന്നത്. ഇതേ തുടർന്ന് കനത്ത നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് മറ്റൊരു ന്യൂനമർദ്ദം അറബിക്കടലിൽ രൂപം കൊണ്ടത്. ഇതിന്റെ സ്വാധീന ഫലം കൂടി മഴയിൽ പ്രതിഫലിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം വിലയിരുത്തുന്നത്. നിലവിൽ കേരളത്തിലും കർണാടക തീരങ്ങളിലുമാണ് ശക്തമായ മഴ ലഭിക്കുന്നത്. പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടതോടെ തെലങ്കാന, ആന്ധ്രാപ്രദേശിന്റെ തീരപ്രദേശങ്ങൾ, തമിഴ്നാട് എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ശക്തമായ മഴ ലഭിക്കാനും സാധ്യതയുണ്ട്. ഇന്ന് കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിതീവ്ര മഴയാണ് പ്രവചിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് തീവ്ര മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ജാഗ്രതയുടെ ഭാഗമായി ഈ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ശക്തമായ മഴയും കാലാവസ്ഥാ വകുപ്പ് കണക്കുകൂട്ടുന്നുണ്ട്.